കോടീശ്വരപുത്രനായ കാശിയെ പ്രണയിക്കാൻ മാത്രം വളർന്നോ പെണ്ണേ നീ? ആ വാക്കുകൾ അത് കേവലം ഒരു ചോദ്യമായിരുന്നില്ല, ഉള്ളം തുറന്നു പറഞ്ഞ ആദ്യ പ്രണയത്തിന് ലോകം തന്ന പരിഹാസമായിരുന്നു. മനസ്സിൽ തോന്നിയ ഒരിഷ്ടം മറച്ചു വയ്ക്കാനാവാതെ പറഞ്ഞതിനുള്ള മറുപടി. വർഷങ്ങൾ എത്രയോ പിന്നിട്ട് പോയിരിക്കുന്നു, എങ്കിലും ആ ഇഷ്ടത്തിന് തെല്ല് കുറവുണ്ടായിട്ടില്ല. ഓരോ മഴത്തുള്ളിയിലും അത് കൂടിക്കൂടി വന്നു. പ്രായത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് തോന്നിയ പൊട്ടബുദ്ധിയാണെന്ന് കൂട്ടുകാർ കളിയാക്കിയപ്പോഴും ദേവനന്ദയുടെ മനസ്സ് അത് വിസമ്മതിച്ചു. ഇത് യഥാർത്ഥ പ്രണയമാണ്. കാശിയേട്ടന്റെ പണത്തിനോടോ കുടുംബ മഹിമയോടോ തോന്നിയതല്ല, മറിച്ച് ആ വ്യക്തിയോടുള്ള നിഷ്കളങ്കമായൊരിഷ്ടം. മഴയിൽ പിറന്ന ഇഷ്ടം. ഒരു കറുത്ത കുടയും ചൂടി ട്യൂഷൻ കഴിഞ്ഞ പാടവരമ്പിലൂടെ നടന്നു വരികയായിരുന്നു ദേവനന്ദ. അപ്പോഴാണ് അവൾ കാശിയെ ആദ്യമായി കാണുന്നത്. ശക്തമായ മഴയിൽ തൻ്റെ കുടയിലേക്ക് അവൻ ഓടിക്കയറിയത് അവൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ കുടക്കീഴിലേക്ക് ഓടിവന്ന ആ ചെറുപ്പക്കാരനെ അവൾ ഒരു നിമിഷം നോക്കി നിന്നുപോയി. അവൻ്റെ കണ്ണുകളിലെ പരിഭ്രമം വ്യക്തമായിരുന്നു. ദാ അതുവരെ ഞാനും ഉണ്ട്. ഒരുപാട് നേരമായി നിൽക്കുന്നു, മഴ കുറയുന്നില്ല, അതുകൊണ്ടാ. മുഖം നോക്കാതെ ദൂരേക്ക് നോക്കി അവൻ അത്രമാത്രം പറഞ്ഞു. അവളൊന്നും പ്രതികരിച്ചില്ല. പകരം മറുപടിയായി താൻ ചൂടിയിരുന്ന കുട ചെറുതായി ഒന്ന് അവന് നേരെ ചെരിച്ചു പിടിച്ചു. മഴയെയും അവനെയും മറന്ന് മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരം എത്തിയപ്പോൾ അവൻ കുടയിൽ നിന്നും ഇറങ്ങി ഒരു വലിയ ഗേറ്റിന് മുന്നിലേക്ക് ഓടിക്കയറി. ആ സുന്ദരനായ പയ്യൻ ഒരു നന്ദി പോലും പറഞ്ഞില്ല. ആ ദിവസമാണ് കാശി ദേവനന്ദയുടെ മനസ്സിൽ ഒരു മഴയുടെ ഗന്ധം പോലെ പറ്റിപ്പിടിച്ചത്. ഓർമ്മകളിലെ മഴച്ചാറ്റൽ. ഒരു നനുത്ത കാറ്റ് അവളെ തഴുകിപ്പോയി. ഉമ്മറത്തെ മഴച്ചാറ്റൽ മുഖത്ത് വന്ന് പതിച്ചപ്പോഴാണ് അവൾ ഓർമ്മകളിലെ ആഴങ്ങളിൽ നിന്നും ഉണർന്നത്. അവളുടെ തൊട്ടരികിലിരുന്ന് അനുജത്തി മായ അവളെ തന്നെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. നീ എന്താ എന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ നോക്കുന്നത്? ദേവു കാര്യം തിരക്കി. മായയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. എൻ്റെ ദേവു ചേച്ചി ഇതുവരെ ആ പഴയ ഓർമ്മകളെ കളഞ്ഞിട്ടില്ല അല്ലേ? ഏതോർമ്മ? എന്തോർമ്മ? ദേവു ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എന്നോട് ചേച്ചിക്ക് എത്ര നുണ വേണമെങ്കിലും പറയാം, പക്ഷേ ചേച്ചിയുടെ ആ പൊട്ടിത്തെറിപ്പ് കൂട്ടുകാരി ഉണ്ടല്ലോ, ഗൗരി ചേച്ചി, അത് വന്നാലുണ്ടല്ലോ ചേച്ചിയെ കറക്കി എടുത്തെറിയും. ആ വാക്കുകൾ പറഞ്ഞു മുഴുമിപ്പിക്കുന്നതിന് മുന്നേ ഉമ്മറത്തെ തിണ്ണയിൽ ഇടുപ്പിൽ കൈകുത്തി ഗൗരിയുടെ ഗൗരവമുള്ള രൂപം തെളിഞ്ഞു. ആ ഞാൻ കേട്ടടി പിശാചുക്കളെ, ഇനി കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായി പറഞ്ഞാൽ മാത്രം മതി, ഗൗരി പറഞ്ഞു. അയ്യോ ഗൗരി ചേച്ചി! മായ ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു.